അപ്പം ഐഫോണിന്റെ വീഡിയോ ടെസ്റ്റിംഗ് 4K 60 FPS നമ്മൾ ചെയ്യുന്നത്. ഓടിക്കോ. ഇതിന്റെ റിസൾട്ട് ഞാൻ അവസാനം ഇട്ടേക്കാം. ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ആദ്യമായിട്ട് ഞങ്ങൾ ഐഫോൺ പുതിയത് അൺബോക്സ് ചെയ്യാൻ പോകുന്നു. അല്ല, ഒരു അൺബോക്സിങ് വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇതൊരു സൈക്കിളിന്റെ അൺബോക്സിങ് വന്നിട്ടുണ്ട്. സോറി അപ്പൊ എന്റെ മിസ്റ്റേക്ക്. പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും വിലയുള്ള ഒരു ഫോൺ ആദ്യമായിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച പോക്കോയുടെ ഫോണാണ്. അതിനൊന്നും ഇതിന്റെ പകുതി വില പോലും. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊരു ഐഫോൺ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. അപ്പം വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫോൺ എന്ന് പറയുമ്പോൾ iPhone 14 ആണ്. ഓൾറെഡി നമ്മുടെ ഫ്ലിപ്കാർട്ടുകാർ അൺബോക്സ് ചെയ്താണ് തന്നത്. പക്ഷെ നമ്മൾ വീണ്ടും പാക്ക് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാനല്ലേ ഐഫോൺ ഫാനൊന്നും അല്ല. പക്ഷെ ഇത് ആർക്കാണ് വാങ്ങിച്ചതെന്നുള്ള അവസാനം പറയാം. അതിപ്പം ഇപ്പം തന്നെ ഇത് പോകും. അതുകൊണ്ട് അവസാനം വരെ കാണാനുള്ള ഒരു ട്രിക്കാണ് എൻ്റെ. അതുകൊണ്ട് എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വീഡിയോ കാണണം. അപ്പോൾ ഇത് ആർക്കാണെന്നുള്ള കാര്യം അവസാനം പറയാം. ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ഐഫോൺ ഫാൻ അല്ല സത്യത്തിൽ. നമ്മൾ പർപ്പിൾ കളറാണ് എടുത്തേക്കുന്നത്. ഐഫോണിൻ്റെ ഫാൻ അല്ല ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ചാർജിന് ബാറ്ററി ബാക്കപ്പും ചാർജ് ചെയ്യാനുള്ള സമയമൊക്കെ കൂടുതലാണ്. പക്ഷേ വീഡിയോഗ്രാഫി ഐഫോണിൻ്റെ അടിപൊളിയാണ്. അതിനകത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഫോട്ടോഗ്രാഫി അടിപൊളിയാണ്. സ്മൂത്ത്നെസ്സും പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ എങ്കിലും എനിക്ക് ആൻഡ്രോയിഡ് തന്നെ കൂടുതലും കംഫർട്ട്. അതെ, അവിടെ ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് സിമ്മ് തുറക്കുന്ന സാധനം, ആപ്പിളിന്റെ ലോഗോ, ആപ്പിൾ പകുതി കടിച്ച ആപ്പിളും ഉണ്ട്, സിമ്മും ഉണ്ട്, സിമ്മ് ഊരുന്ന ടൂളും ഉണ്ട്. പിന്നെ ഇതിനകത്തൊന്നും ഇല്ല. ഇത് ഈക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം മറ്റേ ഒരു ടൈപ്പ് പേപ്പർ ഇത് തന്നെയാണ്. അപ്പം നമ്മുടെ ഐഫോണിന്റെ അൺബോക്സിങ് പെട്ടെന്ന് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഇതിന്റെ കവറും കേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, വന്നിട്ടില്ല. നമ്മളത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തേക്കണം. അപ്പം നമ്മുടെ ഐഫോൺ ഉണ്ട്. ഇതൊന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കണം. കാരണം ആദ്യമായിട്ടാണ് ഒരു പുതിയ ഐഫോൺ ഇതിന്റെ സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് സെറ്റപ്പ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐഫോൺ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഐഫോൺ തുറന്ന് അകത്ത് കയറി ഗൈസ്. ഇത് കൊള്ളാം, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് ഫോട്ടോ എടുത്ത് നോക്കാൻ പോവാം. അത് ഇതായി കുഴപ്പമില്ല കേട്ടോ. ഫോട്ടോ ഒക്കെ അടിപൊളിയാ, വീഡിയോ അടിപൊളിയാ. വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം നല്ല രീതിയിൽ. അതെ, കൊല്ലിക്കുന്ന ഷേക്കൊക്കെ ചെയ്ത് എടുക്കണം. അത് പിന്നെ ഓടാൻ ഇപ്പൊ നേരെ ഇല്ലത്. അടിപൊളിയാ, വീഡിയോ അടിപൊളിയാ. വീഡിയോ എനിക്ക് പണ്ടേ നല്ല ഇഷ്ടമാണ്. കാരണം അറിയാമല്ലോ, നമ്മൾ റിവ്യൂ എല്ലാം കാണുന്നതാണ്. അപ്പം ഫോൺ വലിയ ഇറക്കേടില്ല എന്തായാലും. അപ്പൊ ഇത് ആർക്കാന്ന് പറഞ്ഞേക്കാം. അത് അനീഷ്മയുടെ അനിയത്തിക്കാണ് നമ്മൾ ഫോൺ ബുക്ക് ചെയ്തത്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ അൺബോക്സിങ് വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പൊ സത്യത്തിൽ ഞങ്ങൾക്കല്ല ഇത്. ഗൈസ്, വീഡിയോ രക്ഷയില്ല, നല്ല ക്ലാരിറ്റി. ക്യാമറ വീഡിയോ ഒന്ന് എടുത്ത് നോക്കട്ടെ.
ഫ്രണ്ട് ക്യാമറ വീഡിയോയും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ കുറേ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, അപ്പോൾ വൈഫൈ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹോട്ട്സ്പോട്ട് ഓണാക്കിയ സംഭവം റെഡിയാക്കിയിടാം, കുറച്ച് സമയം എടുത്ത്. പിന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ നമുക്ക് അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ കണ്ടതേ ഉള്ളൂ. നമ്മൾ പേഴ്സണലി ഉപയോഗിച്ച് നോക്കാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായം ഞാൻ പറയുന്നില്ല. ചാർജ് നിൽക്കത്തില്ല, അതൊരു കംപ്ലൈൻറ്റ് എനിക്ക് നേരത്തെ അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചാർജ് നിൽക്കും, എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന രീതിയിൽപ്പെട്ടപ്പോൾ ആൻഡ്രോയിഡ് 120 വാട്ടും 67 വാട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു മണിക്കൂറിലും അതിൽ താഴെ നമുക്ക് ആൻഡ്രോയിഡ് ചാർജ് എടുക്കാൻ പറ്റും. പക്ഷെ ഇത് എങ്ങനെ കളിച്ചാലും അങ്ങനെ ആകത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം അതൊക്കെ കൊണ്ടാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെടാത്തത്. പിന്നെ പെർഫോമൻസ് ഒക്കെ നല്ലതായിരിക്കും, ഓൾമോസ്റ്റ് നമുക്ക് അറിയാം. ഐഫോണിൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ലത് തന്നെയാണ്, അതിനകത്തൊന്നും കംപ്ലൈൻറ്റുകളില്ല, കുഴപ്പമില്ല. കയ്യിൽ പിടിക്കാനും നല്ലതാണ്, ചെറിയ ഫോണാണ്. ലേഡീസിന് ഉപയോഗിക്കാൻ സുഖമായിരിക്കും. കാര്യം പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന പോക്കോ ഇത് ഇത്രയുണ്ട്, എൻ്റെ ഈ കൈ പോലും ഇരിക്കത്തില്ല. ഇങ്ങനെ കൈ പിടിച്ച് ഇവിടെ കൈയുടെ ഇവിടെ ഒരു ഒടിവ് പോലെയായി. ഇത് മിക്കവർക്കും ഉണ്ടാകും. ഫോൺ സ്ഥിരം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇവിടെ ഒരു ചെറിയൊരു മടക്കം ഉണ്ടാവും. ഇങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ഞങ്ങൾ ഐഫോൺ അൺബോക്സ് ചെയ്തു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വില കൂടിയ ഫോൺ വാങ്ങിയത്. അത് പറഞ്ഞായിരുന്നല്ലോ, ഇത് ഏറ്റവും വില കൂടിയ ഫോൺ ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുന്ന, ഞങ്ങളുടെ ഇവിടെ ഇപ്പം കൊണ്ടുവരുന്ന ആദ്യത്തെ ഫോൺ ആയതുകൊണ്ടാണ് ഇത് അൺബോക്സ് ചെയ്തത്. പിന്നെ കഴിഞ്ഞ ഒരു അൺബോക്സിങ് ബ്രിട്ടോസിന്റെ ഫോൺ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അത് അടിച്ചുപോയി, വെള്ളത്തിൽ പോയത് അടിച്ചുപോയി. അതിനൊരു വീഡിയോ ആണോ ഞങ്ങൾ ആലോചിച്ചത്, പിന്നെ അവർ വേണ്ടത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുവരേക്കും ബൈ, ടാറ്റാ. ഹലോ, ഇനി നെറ്റി പിടിച്ചു നടക്കാം, അവളോട് പറഞ്ഞാൽ മതി. നീ ആഞ്ഞോടൊന്നും വേണ്ട, അതൊക്കെ ഓടിയാണ്, ഞാനല്ലേ കൈയിട്ട് ഇളക്കേണ്ടത്. അപ്പം ഐഫോണിന്റെ വീഡിയോ ടെസ്റ്റിംഗ് 4K 60 FPS നമ്മൾ ചെയ്യുന്നത്. ഓടിക്കോ. നടുവേല, ഓടാൻ വേല. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഞാൻ അവസാനം ഇട്ടേക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല. വീഡിയോഗ്രാഫി ഒന്നും പറയാനില്ല. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ഓടിച്ചിട്ടടിക്കും, അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പം വീഡിയോ ഞാൻ ഇട്ടേക്കാം, ഇതിന്റെ ഫുട്ടേജ്.